ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ്സാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കളെ എല്ലാവരും നിങ്ങൾ മാത്സിൻ്റെ ഓണപരീക്ഷയൊക്കെ എഴുതിയിട്ട് പുതിയൊരു ചാപ്റ്ററിലേക്ക് പോകാൻ പോവാണ് അല്ലേ. ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയത്ത് നിങ്ങൾ കാത്തിരിക്കുന്ന ചാപ്റ്ററാണ് വ്യാപ്തം അഥവാ വോളിയം എന്നുള്ള ചാപ്റ്റർ അല്ലേ. അപ്പോൾ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. കാരണം നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ വ്യാപ്തം എന്താണെന്ന് പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങളെ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് കാര്യങ്ങൾ വ്യാപ്തവുമായിട്ട് അല്ലെങ്കിൽ വോളിയവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നിങ്ങൾ ഇവിടെ നമ്മളെ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിന് മുൻപേ അതുമായിട്ട് ബന്ധപ്പെട്ടില്ലേ, വോളിയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. പിന്നെ കുട്ടികളെ കുഞ്ഞി ക്ലാസ്സിലൊക്കെ ശരിക്കും വോളിയം പഠിക്കുന്നതിന് മുൻപേ, വോളിയം എന്താണെന്ന് അറിയുന്നതിന് മുൻപേ നിങ്ങൾ തുടങ്ങി വെച്ച ആൾ എന്ന് പറയുന്നത് അല്ലെ, ആൾക്കാരെന്ന് പറയുന്നത് എവിടെയായിരുന്നു എടാ? യെസ്, ഏരിയ ആയിരുന്നു. ഏരിയ അല്ലേ. വോളിയം പഠിക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചത് ഏരിയ ആയിരുന്നു. ആരുടെ ഏരിയ? റെക്റ്റാങ്കിളിൻ്റെ ഒക്കെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാൻ ഞാൻ എന്ത് ചെയ്താൽ മതിയായിരുന്നു? യെസ്, അതിൻ്റെ ലെങ്ത്തും അതുപോലെ ബ്രെഡ്ത്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയായിരുന്നു. ഒരു റെക്റ്റാങ്കിളിന് ആരുണ്ടായിരുന്നുടാ? ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഇപ്പോൾ കാണിച്ചു തരാനുള്ളത് ഐപാഡാണ് കേട്ടോ. അപ്പോൾ ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലല്ലേ ഉള്ളത് അല്ലേ. അതിന് എന്തുണ്ടായിരുന്നു? ലെങ്ത് ഉണ്ടായിരുന്നു, ബ്രെഡ്ത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടിയിരുന്നു? നീളവും വീതിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ അല്ലെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടിയിരുന്നു എടാ? യെസ്, ഇവിടെ ഏരിയ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ശരിയല്ലേ. ശരിക്കും എന്താണ് ഈ ഏരിയ എന്ന് പറഞ്ഞാൽ? പരപ്പളവ് ഇല്ലേ. മലയാളത്തിൽ പരപ്പളവ് എന്ന് പറയും, ഇംഗ്ലീഷിൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല, ഈ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഈ ഒരു വസ്തുവിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പെയിന്റ് അടിക്കാൻ പോവാ. ഓക്കെ, ഇല്ലെങ്കിൽ എൻ്റെ പുറകെ കാണുന്ന ഈ ഒരു ചുമരിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? പെയിന്റ് അടിക്കാൻ പോവാ. അത് റെക്റ്റാങ്കിൾ ഷേപ്പ് അല്ലേ. സോ ഇതിൻ്റെ അകത്ത് ഞാൻ പെയിന്റ് അടിക്കണമെങ്കിൽ എനിക്ക് വേണ്ട പെയിന്റിന്റെ അളവാണ് എന്ത്? ഈ ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്. സോ ഈ ഐപാഡിന്റെ മുകളിൽ ഞാൻ പെയിന്റ് അടിക്കാൻ പോവാണ്. അപ്പോൾ ഈ ഐപാഡിന്റെ ഏരിയ അറിഞ്ഞാൽ എനിക്ക് എത്ര പെയിന്റ് വേണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഏരിയ. ഇതാണ് പരപ്പളവ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഏരിയ പഠിച്ചിട്ട് വോളിയത്തിലേക്ക് പോകുമ്പോൾ ലേശൊരു മാറ്റമുണ്ട്. എന്താണ് ആ മാറ്റം എന്നുള്ളത് നോക്കാം. സോ ഇവിടെ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ, നിങ്ങൾ ഏരിയ പഠിച്ചതാണ്. സോ ഞാൻ ആദ്യം തന്നെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഏരിയ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ. ഇവിടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ ആണ്, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 3 സെൻറ്റിമീറ്റർ ആണ്. ദെൻ 30 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നുള്ളതായിരുന്നു നമ്മളെ ഏരിയ വന്നിട്ടുണ്ടായിരുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ എന്താണ് യൂണിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? സ്ക്വയർ ആണ് അല്ലേ. സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നുള്ള രീതിയിൽ വന്നു. ബട്ട് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ആരെക്കുറിച്ചാണ്? യെസ്, വോളിയത്തിനെ കുറിച്ച്. നമ്മൾ സാധാരണ ചതുരം അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ അല്ല, ഇവിടെ കുറച്ച് എന്താണ് അല്ലേ, ഒരു പെട്ടികൾ എന്നൊക്കെ പറയാം. എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞി പെട്ടി നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തുകൊണ്ടിട്ടുണ്ട്. ഇതൊരു പെട്ടിയാണ് അല്ലേ. ഇതെന്തിൻ്റെ പെട്ടിയാണ്? ദൈവമേ, ഹെഡ്സെറ്റ് ആണെന്ന് തോന്നുന്നു. അല്ല, ഹെഡ്സെറ്റ് അല്ല, ക്യാമറയുടെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തോ ആവട്ടെ, ഇതാ എൻ്റെ കയ്യിലൊരു പെട്ടിയുണ്ട്. നിങ്ങളെ ബോർഡിൽ കാണുന്ന പോലെയുള്ള പെട്ടിയാണ്. അപ്പോൾ ഈ പെട്ടിയിൽ എനിക്ക് എന്ത് വേണം? കുറച്ച് വെള്ളം നിറയ്ക്കണം എന്ന് വിചാരിച്ചോ നിങ്ങൾ. ഈ പെട്ടിയിൽ എനിക്ക് കുറച്ച് വെള്ളം നിറയ്ക്കണം. അപ്പം ഞാൻ ഈ പെട്ടി ഇത് ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക കേട്ടോ. ഇതിങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഈ പെട്ടിക്കകത്ത് ഞാൻ കുറച്ച് വെള്ളം നിറയ്ക്കണം. അപ്പോൾ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ ഇതിവിടെ വരെ ഇങ്ങനെ എന്ത് ചെയ്യും? ഇതിങ്ങനെ നിറഞ്ഞ് ഇതിങ്ങനെ ഫുള്ളായിട്ട് മാറും ഇല്ലേ. ഈ പെട്ടിക്കകത്ത് നിറയെ എന്തുണ്ടായിരിക്കും? വെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പെട്ടിക്കകത്ത് കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവാണോ ഈ പെട്ടിയുടെ വോളിയം എന്ന് പറയുന്നത്. സോ എന്താണ് വോളിയം എന്ന് ചോദിച്ചാൽ എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. വോളിയം എന്താണെന്നൊന്നും എനിക്കറിയില്ല, വോളിയത്തിനെ കുറിച്ച് പഠിക്കാൻ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു എന്ന് മാത്രം പറയരുത്. വോളിയം എന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു റെക്റ്റാങ്കിളിൻ്റെ വോളിയം അല്ലെ, റെക്റ്റാങ്കിൾ ഷേപ്പുള്ള ഒരു ക്യൂബിൻ്റെ വോളിയമാണ് നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? ഈ പെട്ടിക്കകത്ത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ആ വെള്ളം എന്ത് ചെയ്യും? ഇങ്ങനെ നിറഞ്ഞ് വരും അല്ലേ. അപ്പോൾ അങ്ങനെ നിറഞ്ഞു വരുമ്പം ഈ പെട്ടി ഫുള്ളായിട്ട് ഉണ്ടായിരിക്കും. അപ്പം ഈ പെട്ടിക്കകത്ത് കൊള്ളാവുന്ന വെള്ളത്തിൻ്റെ അളവാണ് ഈ പെട്ടിയുടെ വ്യാപ്തം അഥവാ വോളിയം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, ഇത് റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് അല്ലേ. അപ്പോൾ ഇതിന് നീളമുണ്ട്, അതുപോലെ വീതിയുണ്ട് അല്ലേ, ലെങ്ത്തുമുണ്ട്, ബ്രെഡ്ത്തുമുണ്ട്, കൂടാതെ ആരുമുണ്ട്? ഹൈറ്റും കൂടെ ഉണ്ട്, ഉയരവും കൂടെ ഉണ്ട്. ശരിയല്ലേ. ഈ ഒരു പെട്ടിക്ക് ലെങ്ത്തുമുണ്ട്, ബ്രെഡ്ത്തുമുണ്ട്, കൂടാതെ ആരും കൂടെ ഉണ്ടടാ? ഉയരമുണ്ട്. കാരണം വെള്ളം ഇങ്ങനെ ഒഴിക്കുമ്പോൾ അതിങ്ങനെ നിറഞ്ഞ് വരുന്നത് ഈ പെട്ടിയുടെ ഈ ഒരു
കുഞ്ഞു പെട്ടിയുടെ ഉയരം കൊണ്ടാണ് അല്ലെ, കുഞ്ഞു ഉയരമേ ഇതിനുള്ളൂ. പക്ഷെ വലിയൊരു ടാങ്കൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക, അതിനിങ്ങനെ ഉയരം ഉണ്ടായിരിക്കില്ലേ? ഈ ഒരു ചിത്രത്തിൽ കാണുന്ന, നമ്മളെ ബോർഡിൽ ചിത്രത്തിൽ കാണുന്നതിനും എന്തുണ്ടടാ, ഹൈറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു വോളിയം കാൽക്കുലേറ്റ് ചെയ്യുക? എൻ്റെ കുട്ടിക്ക് അറിയോ അല്ലെ? വോളിയത്തിന് നമ്മൾ സാധാരണ വി എന്ന് സൂചിപ്പിക്കാം കേട്ടോ. വി എന്ന് നിങ്ങൾ ഷോർട്ട് ആക്കിയിട്ട് സൂചിപ്പിക്കാം. സോ നമുക്ക് ഇവിടെ ആരൊക്കെ ഉണ്ട്? ലെങ്ത് ഉണ്ട്, അതേപോലെ തന്നെ ബ്രെഡ്ത്ത് ഉണ്ട്, കൂടാതെ ഹൈറ്റും ഉണ്ട്. മൂന്നിനെയും ഞാൻ ഷോർട്ട് ആക്കിയതാണ് വി, ബി ആൻഡ് എച്ച്. ഓക്കെ, എന്തുണ്ടടാ? ലെങ്ത്തും ഉണ്ട്, ബ്രെഡ്ത്തും ഉണ്ട്, അതേപോലെ ഹൈറ്റും ഉണ്ട് കേട്ടോ. അതാ ലെങ്ത്തും അതേപോലെ ബ്രെഡ്ത്തും, ദെൻ ആരും കൂടെ ഉണ്ട്, ഹൈറ്റും കൂടെ ഉണ്ട്. സോ നമ്മൾ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത്. നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരം. ഇതാണ് എന്തടാ വോളിയം. അപ്പൊ നിങ്ങൾക്ക് ഇനി വോളിയം കാണാൻ അറിയില്ല എന്ന് ഒരിക്കലും എൻ്റെ മക്കൾ പറയരുത്. സോ നമ്മളെ വോളിയം എന്താണ് എന്നുള്ളത് ഞാനൊരു കുഞ്ഞു പെട്ടിയൊക്കെ വെച്ച് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ. സോ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ചാപ്റ്ററിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്, അതൊക്കെ നമുക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം അതൊക്കെ ആയിട്ട് മിസ് എന്ത് ചെയ്യും, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പഠിച്ചു വെച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ ബൈ, സീ യു.